എല്ലാവർക്കും സ്വാഗതം. 2025 പുതിയ ടെക്സ്റ്റ് ബുക്കിനെ ആസ്പദമാക്കിയാണ് നമ്മൾ ക്ലാസ് എടുക്കുന്നത്. ഫസ്റ്റ് ചാപ്റ്റർ അരിത്തമെറ്റിക് സീക്വൻസ് ആണ്. അപ്പോൾ അരിത്തമെറ്റിക് സീക്വൻസ് എന്താണെന്ന് പഠിക്കുന്നതിന് മുൻപ് നമുക്ക് സീക്വൻസ് എന്താണെന്ന് ആദ്യം അറിഞ്ഞിരിക്കണം. നമ്പർ സീക്വൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ തന്നിട്ടുള്ള റൂള് വെച്ച് കുറേ കളക്ഷൻ ഓഫ് നമ്പേഴ്സ്, ഡെഫിനിഷനാണ് താഴെ എഴുതിയിരിക്കുന്നത്. കളക്ഷൻ ഓഫ് കുറേ നമ്പേഴ്സിൻ്റെ കളക്ഷൻ. എങ്ങനെയാണ് അത് കളക്ട് ചെയ്തിരിക്കുന്നത്? വിച്ച് ആർ ഓർഡേർഡ് ആസ് ഫസ്റ്റ്, സെക്കൻഡ് ആൻഡ് തേർഡ്. ഓർഡർ അനുസരിച്ച് നമ്മൾ എഴുതണം. ഏത് തന്നിട്ടുള്ള റൂൾ വെച്ചിട്ട്. ഒരു റൂള് തന്നിരിക്കും. ഇവിടെ എക്സാമ്പിൾസ് കാണാം നിങ്ങൾക്ക്. നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? എണ്ണൽ സംഖ്യകളുടെ കളക്ഷൻ. എണ്ണൽ സംഖ്യകൾ എങ്ങനെ ഓർഡറിലനുസരിച്ച് എഴുതുക. 1 2 3 എന്ന ഓർഡറിൽ എഴുതി കഴിഞ്ഞാൽ അതെന്തായി? നമ്പർ സീക്വൻസ് ആയി. എണ്ണൽ സംഖ്യകളുടെ സംഖ്യാശ്രേണിയായി. ഇനി ഈവൺ നമ്പേഴ്സാണ് എന്ന റൂള് തന്നിരിക്കുന്നത് എങ്കിൽ നമ്മൾ എന്തെഴുതണം? ഈവൺ നമ്പേഴ്സിൻ്റെ ഓർഡർ അനുസരിച്ച് എഴുതുക. ഈവൺ നമ്പേഴ്സ്, ഇരട്ട സംഖ്യകൾ. എന്താണ് ഇരട്ട സംഖ്യകൾ? 2 4 6 എങ്ങനെ പറയുന്നത് ഈവൺ നമ്പേഴ്സ്. ഓഡ് നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ഒറ്റ സംഖ്യകൾ. അപ്പോൾ തന്ന റൂള് വെച്ച് നമ്മൾ നമ്പേഴ്സിനെ ഓർഡർ അനുസരിച്ച് എഴുതുന്നതിനെയാണ് എന്ത് പറയുക? നമ്പർ സീക്വൻസ് എന്ന് പറയുന്നത്. അടുത്ത എക്സാമ്പിൾ എന്താണ്? ഹാഫ്സ് ഓഫ് നാച്ചുറൽ നമ്പറുടെ പകുതി. അപ്പോൾ ഓർഡർ അനുസരിച്ച് 1ൻ്റെ പകുതി 1/2, 2ൻ്റെ പകുതി 1, 3യുടെ പകുതി എന്താണ്? 1/2. സ്ക്വയേഴ്സ് ഓഫ് നാച്ചുറൽ നമ്പറിൻ്റെ വർഗ്ഗങ്ങൾ. 1ൻ്റെ വർഗ്ഗം എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യണം? ആ നമ്പറിനെ അതേ നമ്പർ കൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? സ്ക്വയേഴ്സ് കിട്ടും. അപ്പോൾ 1 × 1 1, 2 × 2 എന്താണ്? 4, 3 × 3 9 അങ്ങനെ എഴുതാം. അപ്പോൾ അതാണ് നമ്മൾ ഇവിടെ ഡെഫിനിഷനായിട്ട് തന്നിട്ടുള്ളത്. കളക്ഷൻ ഓഫ് നമ്പേഴ്സ് വിച്ച് ആർ ഓർഡേർഡ് ആസ് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് ആൻഡ് സോ ഓൺ ലൈക്ക് ദിസ് അക്കോർഡിംഗ് ടു സം റൂൾ ഈസ് കോൾഡ് എ നമ്പർ സീക്വൻസ്. ഇനി നമുക്ക് കൂടുതൽ എക്സാമ്പിൾസ് നോക്കാം. ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുള്ള ഒരു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ, ഒരു മട്ടത്രികോണമാണ് ഇത്. ഇങ്ങനെ കൂടുതൽ മട്ടത്രികോണങ്ങൾ ജോയിൻ ചെയ്ത് ഉണ്ടാക്കിയിരിക്കുന്നതാണ്. അപ്പോൾ നമുക്കിവിടെ നോക്കാം. ഇവിടെ തന്നിരിക്കുന്നത് പാദം 1 മീറ്റർ, അതുപോലെ ലംബം 1 മീറ്റർ, ബേസും ഹൈറ്റും തന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കർണം അല്ലെങ്കിൽ ഹൈപ്പോടെന്യൂസ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ബേസ് സ്ക്വയർ പ്ലസ് ഹൈറ്റ് സ്ക്വയർ ആണ് എന്ത്? ഹൈപ്പോടെന്യൂസ് സ്ക്വയർ. അപ്പോൾ ഹൈപ്പോടെന്യൂസ് സ്ക്വയർ കാണാം. ഇവിടെ 1 ആണ്. 1 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്ത് വരും? 1 + 1 എന്ന് പറഞ്ഞാൽ എന്ത് വരും? 2. അപ്പോൾ അതിൻ്റെ സ്ക്വയർ റൂട്ട് എടുക്കണം. അപ്പോൾ ഇതിൻ്റെ ഹൈപ്പോടെന്യൂസ് അഥവാ കർണം എന്തായിരിക്കും? സ്ക്വയർ റൂട്ട് ഓഫ് 2 ആണ്. അപ്പോൾ അതേപോലെ ഈ സെയിം മട്ടത്രികോണം വീണ്ടും വരച്ച് അതിൽ വീണ്ടും ഒരു മട്ടത്രികോണം അല്ലെങ്കിൽ റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതെന്തായിരിക്കും? ഈ ഹൈപ്പോടെന്യൂസ് സ്ക്വയർ റൂട്ട് ഓഫ് 2 ആണെങ്കിൽ അടുത്ത ഹൈപ്പോടെന്യൂസ് എന്തായിരിക്കും എന്നറിയോ? സ്ക്വയർ റൂട്ട് ഓഫ് 2 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ. അപ്പോൾ എന്താ? സ്ക്വയർ റൂട്ട് ഓഫ് 2 സ്ക്വയർ. സ്ക്വയർ റൂട്ട് ഓഫ് 2 × സ്ക്വയർ റൂട്ട് ഓഫ് 2 എന്താണ്? 2. 2 + 1 × 1 1. അപ്പോൾ 2 + 1 എന്താണ്? 3. അപ്പോൾ ഇതെന്തായിരിക്കും? സ്ക്വയർ റൂട്ട് ഓഫ് 3 ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പോകും. അപ്പോൾ ഇത് സ്ക്വയർ റൂട്ട് ഓഫ് 2 ആണെങ്കിൽ 1 മീറ്റർ ബേസായിട്ട് വരയ്ക്കുന്ന മട്ടത്രികോണങ്ങൾ അല്ലെങ്കിൽ റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിളാണ് ഇങ്ങനെ ജോയിൻ ചെയ്ത് പോണേ. അപ്പോൾ ഇതെന്തായിരിക്കും? സ്ക്വയർ റൂട്ട് ഓഫ് 3. ഇനി അടുത്തത് എന്താണ് വരിക? സ്ക്വയർ റൂട്ട് ഓഫ് 4. സ്ക്വയർ റൂട്ട് ഓഫ് 4 എന്ന് പറഞ്ഞാൽ എന്താണ്? 2. അപ്പോൾ അടുത്ത ഒരു എക്സാമ്പിളും കൂടി എടുക്കുക. ഇതെന്തായിരിക്കും? സ്ക്വയർ റൂട്ട് ഓഫ് 2, സ്ക്വയർ റൂട്ട് ഓഫ് 3, പിന്നെ എന്ത് വരും? സ്ക്വയർ റൂട്ട് ഓഫ് 4 എന്ന് പറഞ്ഞാൽ എന്താണ്? 2. പിന്നെ എന്ത് വരും അടുത്തത്? സ്ക്വയർ റൂട്ട് ഓഫ് 5. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. സ്ക്വയർ റൂട്ട് ഓഫ് 2, സ്ക്വയർ റൂട്ട് ഓഫ് 3, 2 എന്ന് എഴുതാൻ അതാണ് കാരണം. പിന്നെ എന്ത് വരും? സ്ക്വയർ റൂട്ട് ഓഫ് 5, സ്ക്വയർ റൂട്ട് ഓഫ് 6, സ്ക്വയർ റൂട്ട് ഓഫ് 7, സ്ക്വയർ റൂട്ട് ഓഫ് 8, ദെൻ സ്ക്വയർ റൂട്ട് ഓഫ് 9 എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് എഴുതണം? 3 എന്ന് എഴുതണം. ഇനി വേറൊരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് എൻഡിങ് ഇൻ 1. 1ൽ അവസാനിക്കുന്ന എണ്ണൽ സംഖ്യകൾ ഏതെല്ലാം? അതാണ് അവിടെ തന്നിട്ടുള്ള റൂള്. അപ്പോൾ ഏതൊക്കെയാണ്? 1ൽ അവസാനിക്കുന്ന 11 1ലാണ്. 21 1 ആണ് അവസാനം. 31 1 ആണ് അവസാനം. ഇതാണ് നമ്പർ സീക്വൻസ് അഥവാ സംഖ്യാശ്രേണി. ഇനി അടുത്ത ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്ത് നോക്കാം. വി ക്യാൻ മേക്ക് ട്രയാങ്കിൾസ് ബൈ സ്റ്റാക്കിംഗ് ഡോട്ട്സ്. ഡോട്ട് വെച്ചിട്ട് നമുക്കിങ്ങനെ ട്രയാങ്കിൾ ഷേപ്പ്, ട്രയാങ്കുലർ നമ്പേഴ്സ് എന്നാണ് ഇതിന് പറയുക. അപ്പോൾ ഇതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വളരെ എളുപ്പത്തിൽ എഴുതാവുന്നതാണ്. കാൽക്കുലേറ്റ് ദ നമ്പർ ഓഫ് ഡോട്ട്സ് നീഡഡ് ടു മേക്ക് ദ നെക്സ്റ്റ് 3 ട്രയാങ്കിൾ ഇൻ ദിസ് പാറ്റേൺ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ റൈറ്റ് ദ നമ്പർ ഓഫ് ഡോട്ട്സ് ഇൻ ഈച്ച് ട്രയാങ്കിൾ. അപ്പോൾ ഫസ്റ്റ് നമ്മളോട് ചോദിക്കുന്നത് എത്ര ഡോട്ട്സ് ഉണ്ട് ഇവിടെ. അപ്പോൾ എണ്ണി കഴിഞ്ഞാൽ അറിയാം നമുക്ക് എങ്ങനെ കിട്ടണേ? 2 + 1. 2 + 1 എന്താണ്? 3. അതെങ്ങനെയാണ് കിട്ടുന്നത്? നെക്സ്റ്റ് എങ്ങനെ കിട്ടുന്നത്? നെക്സ്റ്റ് 3 ഫസ്റ്റ് 1ൽ നമ്മൾ
2 + 1 ചെയ്തപ്പോൾ 3 കിട്ടി. സെക്കൻഡ് ഫിഗറിൽ 3 ഡോട്ട്സ് അടിയില്ല. 3 + 2 + 1. നമുക്ക് ശരിക്കും എന്ത് കിട്ടുക? 6 എന്ന് കിട്ടും. ഇനി അടുത്തെന്ത് വരും? 4 + 3 + 2 + 1. ഇത് വീണ്ടും ഇത് ഫുള്ളും കൂട്ടേണ്ട ആവശ്യമില്ല. 3 + 2 + 1 നമ്മൾ ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടെ അല്ലേ, 6. അപ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ മതി? 4 + 6 ചെയ്താൽ മതി. എന്തായിരിക്കും? 10. ഇനി നെക്സ്റ്റ് അപ്പോൾ ഇതിൽ ചോദിച്ചിരിക്കുന്നത് ഫസ്റ്റ് ഡോട്ടുകൾ എത്ര എണ്ണം ഉണ്ട്? 3 കഴിഞ്ഞാൽ 6, പിന്നെ എന്താണ്? 10. ഇനി അടുത്ത ഒരു ക്വസ്റ്റ്യനും കൂടി ഉണ്ട് ഇതിൽ. കാൽക്കുലേറ്റ് ദ നമ്പർ ഓഫ് ഡോട്ട്സ് നീഡഡ് ടു മേക്ക് ദ നെക്സ്റ്റ് 3 ട്രയാങ്കിൾ ഇൻ ദിസ് പാറ്റേൺ. ഇനി 3 ട്രയാങ്കിളും കൂടി നിങ്ങൾ വരയ്ക്കുകയാണെങ്കിൽ എത്ര ഡോട്ട് ഉണ്ടായിരിക്കും? അപ്പോൾ ഇതിൽ നമുക്ക് എങ്ങനെയാണ്? ഇത് ഫുള്ളും കൂട്ടേണ്ട ആവശ്യമില്ല, പക്ഷെ പറഞ്ഞുതരാം. 5 + 4 + 3 + 2 + 1 ആണ് അല്ലേ. ഇനി നമ്മൾ 5 ഡോട്ട് വെച്ചിട്ട് തുടങ്ങും. അടിയിൽ എത്ര ഡോട്ട് ഇടും? 1 2 3 4 5 ഡോട്ട് ഇടും. അപ്പോൾ അത് പിന്നെ 4 ആവും, പിന്നെ 3 ആവും, അങ്ങനെ പോവും അല്ലേ. അപ്പോൾ 4 + 3 + 2 + 1ൻ്റെ ഉത്തരം എന്താണ്? 10 ആണ് അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി? 5 + 10 ചെയ്താൽ മതി. 5 + 10 എന്താണ്? 15. അപ്പോൾ അടുത്ത നമ്പർ എന്തായിരിക്കും? 15 ആയിരിക്കും. ഇനി നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാതെ ഡയറക്റ്റ് എന്താണ് ആദ്യം ഇതിലെന്താ നമ്മൾ എക്സ്ട്രാ കൂട്ടിയത്? 5 ആണ് കൂട്ടിയത് 10ൻ്റെ കൂടെ അല്ലേ. ഇനി നമുക്ക് എന്ത് ചെയ്താൽ മതി? 6 + 15 ചെയ്താൽ മതി. 6 + 15 ചെയ്താൽ എന്ത് വരും? 21 ഡോട്ട് ഉണ്ടായിരിക്കും. അടുത്ത ട്രയാങ്കിളിൽ എത്ര ഡോട്ട് ഉണ്ടായിരിക്കും? 21. ഇനി 6 കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് കൂട്ടണം? 7 കൂട്ടണം. ഏതിൻ്റെ കൂടെ? 21ൻ്റെ കൂടെ. അപ്പോൾ എന്ത് കിട്ടും? 28. അപ്പോൾ എത്ര ഡോട്ട്സ് ഉണ്ടായിരിക്കും? നെക്സ്റ്റ് 3 ട്രയാങ്കിൾ വരയ്ക്കുകയാണെങ്കിൽ 15 21 28 എന്നങ്ങനെ പോവും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഫ്രം ദ സീക്വൻസ് ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ, സ്ക്വയർ, റെഗുലർ പെൻറ്റഗൺ ആൻഡ് സോ ഓൺ റെഗുലർ പോളിഗൺസ് ഫോം ദ ഫോളോയിങ് സീക്വൻസസ് ഉണ്ടാക്കാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അതിനെ സീക്വൻസ് ഉണ്ടാക്കുന്ന നമുക്കൊരു റൂള് വേണം അല്ലേ. നമ്പർ എന്താണ്? നമ്പർ ഓഫ് സൈഡ്സ് ആണ് റൂള്. ഫസ്റ്റ് റൂള് തന്നിരിക്കുന്നത് നമ്പർ ഓഫ് സൈഡ്സ്. ഈ തന്നിട്ടുള്ള പോളിഗൺസ് വെച്ചിട്ട് നമ്മൾ എഴുതണം. അപ്പോൾ നമ്പർ ഓഫ് സൈഡ്സ് ട്രയാങ്കിളിൽ എത്ര സൈഡ് ഉണ്ട്? 3 സൈഡ് ഉണ്ട്, 3. പിന്നെ ഇവിടെ എന്താണ്? 4. പിന്നെ എത്രയായിരിക്കും? 5. പെൻറ്റഗൺ എന്ന് പറഞ്ഞാൽ എത്ര സൈഡ് ഉണ്ട്? 5. റെഗുലർ ഹെക്സഗണിൽ 6 സൈഡ്. ഹെക്സഗൺ എക്സ്ട്രാ വരച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ 6 സൈഡ് ഉണ്ടായിരിക്കും. ഇനി സം ഓഫ് ഇന്നർ ആംഗിൾ എന്ന് പറഞ്ഞാൽ അകക്കോണുകളുടെ എണ്ണം. അകക്കോണുകൾ, ഇന്നർ ആംഗിൾസ്, ഈ 3 ഇന്നർ ആംഗിളും കൂടിയാൽ ട്രയാങ്കിൾസിൻ്റെ എല്ലാവർക്കും അറിയാം സം ഓഫ് ഇന്നർ ആംഗിൾ എപ്പോഴും 180 ഡിഗ്രി ആണെന്ന് അറിയാം. അപ്പോൾ എന്നാലും ഈ ഫോർമുല പഠിച്ചു വെച്ചാൽ വളരെ എളുപ്പമാണ്. സം ഓഫ് ഇന്നർ ആംഗിൾ കാണാൻ എന്ത് ചെയ്താൽ മതി? n-2 × 180. ഈ ഫോർമുല എല്ലാവരും പഠിക്കുക. n-2 × 180 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? അകക്കോണുകളുടെ അല്ലെങ്കിൽ ഇന്നർ ആംഗിൾസിൻ്റെ തുക കിട്ടും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? 3 ആണ് അല്ലേ. 3 - 2. എപ്പോഴും 2 കുറയ്ക്കുക. തന്നിട്ടുള്ള വശങ്ങളിൽ നിന്നും 2 കുറച്ച് 180 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ എന്താ? 3 - 2 എന്ന് പറഞ്ഞാൽ 1 × 180 180. ഇനി അടുത്തത് 4 സൈഡ് ഉണ്ടെങ്കിൽ ഈ അകക്കോണുകളുടെ എല്ലാം കൂടി കൂട്ടിയ തുക കേട്ടോ. 4 ആംഗിളുകളും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടും? അതാണ്. അപ്പോൾ 4 - 2 എപ്പോഴും നമ്മൾ എത്രയാണ് കുറയ്ക്കേണ്ടത്? 2 ആണ് കുറയ്ക്കേണ്ടത്. അപ്പോൾ 2 × 180 എന്തായിരിക്കും ആൻസർ? 360. ഇനി 5 സൈഡ്സ് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? 5 - 2 × 180. 3 × 180. 18 3s are 54. 540. അടുത്തെന്ത് വരും? 6 - 2 × 180 എന്ന് പറഞ്ഞാൽ 4 × 180. അപ്പോൾ എന്ത് വരും? 720 ഡിഗ്രി. ഇനി സം ഓഫ് ഔട്ടർ ആംഗിൾ എന്ന് പറഞ്ഞാൽ ഏതൊരു പോളിഗൺ എടുത്താലും, ഇപ്പോൾ ട്രയാങ്കിൾ നമ്മൾ എടുക്കുകയാണെങ്കിലോ, ട്രയാങ്കിൾ അല്ലേ, ട്രയാങ്കിളിൻ്റെ ഏതെങ്കിലും ഒരു വശം നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്തു എന്ന് വിചാരിക്കുക, നീട്ടി എന്ന് വിചാരിക്കുക, അത് എക്സ്റ്റെൻഡ് ചെയ്തു. അപ്പോൾ നമ്മൾ ഈ നീട്ടിയ വശവും മറ്റ് ട്രയാങ്കിളിൻ്റെ വശവും കൂടി ഉണ്ടാക്കുന്ന ആംഗിളാണ് എന്ത്? എക്സ്റ്റീരിയർ ആംഗിൾ അല്ലെങ്കിൽ ഔട്ടർ ആംഗിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെയും നമ്മൾക്ക് കാണാം 2 വശങ്ങൾ കൂടി മുട്ടിയത്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു വശം നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യുക, നീട്ടി കൊടുക്കുക. അപ്പോൾ ആ വശവും മറ്റേ വശം കൂടി ഉണ്ടാക്കുന്ന ആംഗിൾ എന്തായിരിക്കും? എക്സ്റ്റീരിയർ ആംഗിളാണ്. ഇനിയിപ്പോൾ ഈ വശമാണ് നിങ്ങൾ നീട്ടിയതെങ്കിൽ ഇതുണ്ടാകുന്നത് എക്സ്റ്റീരിയർ ആംഗിൾ അല്ലെങ്കിൽ ഔട്ടർ ആംഗിൾ, പുറക്കോണ്. എല്ലാ ഫിഗറിനും, എല്ലാ പോളിഗണിനും നമ്മൾക്കറിയാം എക്സ്റ്റീരിയർ ആംഗിളിൻ്റെ, റെഗുലർ പോളിഗൺസിൻ്റെ എക്സ്റ്റീരിയർ ആംഗിളുകളുടെ തുക എപ്പോഴും 360 ഡിഗ്രിയാണ്. അത് അറിഞ്ഞിരിക്കേണ്ടതാണ്. എക്സ്റ്റീരിയർ ആംഗിൾ അഥവാ ഔട്ടർ ആംഗിൾ അല്ലെങ്കിൽ പുറക്കോണുകളുടെ തുക ഏതൊരു റെഗുലർ പോളിഗൺ എടുത്താലും എന്തായിരിക്കും? 360 ഡിഗ്രി ആയിരിക്കും.
ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കണം. ആൻ ഇന്നർ ആംഗിൾ, ഒരു ഇന്നർ ആംഗിളിൻ്റെ തുക എന്ത്? ഒരു ഇന്നർ ആംഗിൾ കാണാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? സം ഓഫ് ഇന്നർ ആംഗിളിനെ വശം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി അല്ലേ? അപ്പോൾ സം ഓഫ് ഇന്നർ ആംഗിൾ കാണാനുള്ള ഫോർമുല എന്തായിരുന്നു? n-2 × 180 ആണ് അല്ലേ? അപ്പോൾ അതിനെ നമ്മൾ എന്ത് ചെയ്താൽ മതി? വശം കൊണ്ട് ഡിവൈഡ് ചെയ്യുക. എത്ര വശമാണോ ആ വശം കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ ഇവിടെ എത്രയാണ് തുക കിട്ടിയ ട്രയാങ്കിളിന്? 180 ആണ് അല്ലേ? 180യെ നമ്മൾ എത്ര വശമുണ്ട് ട്രയാങ്കിളിന്? 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ആൻസർ എന്തായിരിക്കും? 60. അതുപോലെ സ്ക്വയർ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? 360 ആണ് സം ഓഫ് ഇന്നർ ആംഗിൾ. 360നെ നമ്മൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഒരു സ്ക്വയറിൻ്റെ ഓരോ ആംഗിളും എത്രയായിരിക്കും? 90 ഡിഗ്രിയാണ്. അതുപോലെ പെൻറ്റഗൺ ആണെങ്കിൽ റെഗുലർ പെൻറ്റഗൺ 540 ആണ് സം ഓഫ് ഇന്നർ ആംഗിൾ. അതിനെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഡിവൈഡ് ചെയ്ത് നോക്കുക. 1 5s are 5, 4ൽ പൂലി അപ്പോൾ 0 എടുക്കുക. 40ൽ എത്രയായിരിക്കും? 8, 108 ഡിഗ്രി. ഇനി അടുത്തത് അതേപോലെ 720 ഡിഗ്രിയെ നമ്മൾ ഏതുകൊണ്ട് ഡിവൈഡ് ചെയ്യണം? 6 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 1 6s are 6, ബാക്കി 1 12ൽ എത്ര പ്രാവശ്യം പോവും? 6 2s are 12, 112 6 are 72. ചെയ്ത് നോക്കിയാൽ മതി. ഇനി ഔട്ടർ ആംഗിൾ കാണാനും ഇതുപോലെ റെഗുലർ പോളിഗൺ ആയത് കാരണം എല്ലാ ഔട്ടർ ആംഗിളും ഈക്വൽ ആയിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി? 360 ഡിഗ്രിയെ നമ്മൾ എന്തുകൊണ്ട് ചെയ്താൽ മതി? വശം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പോൾ എത്രയായിരിക്കും? 360 ഡിഗ്രി ഡിവൈഡഡ് ബൈ 3. അപ്പോൾ ഓരോ അകപ്പുറക്കോണും എത്രയായിരിക്കും? 120 ഡിഗ്രി ആയിരിക്കും. അതുപോലെ ഇവിടെ നമ്മൾ എല്ലാറ്റിനെയും 360 ആണ് അല്ലേ? സം ഓഫ് ഔട്ടർ ആംഗിൾ. അപ്പോൾ നമ്മൾ അത് എന്ത് ചെയ്യുക? വശം കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ എന്ത് കിട്ടും? ഇവിടെ നമുക്ക് 90 ഡിഗ്രി തന്നെ കിട്ടും. അതുപോലെ ഇവിടെ 360നെ നമ്മൾ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യണം? 5 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ എന്ത് കിട്ടും? 7 5s are 35, റിമൈൻഡർ 1 10 എന്ന് പറഞ്ഞാൽ എന്ത് വരും? 5 2s are 72 ഡിഗ്രി എന്ന് കിട്ടും. ഇനി ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? 360നെ ഏതുകൊണ്ട് ഡിവൈഡ് ചെയ്യണം? 6 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ എത്ര വരും? 60 ഡിഗ്രി എന്ന് കിട്ടും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. റൈറ്റ് ദ സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് വിച്ച് ലീവ് റിമൈൻഡർ 1 ഓൺ ഡിവിഷൻ ബൈ 3. 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1 ശിഷ്ടം കിട്ടുന്ന നമ്പറുകളുടെ സീക്വൻസ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഒരു ക്വസ്റ്റ്യനും കൂടി ഉണ്ട്. ആൻഡ് ദ സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് വിച്ച് ലീവ് റിമൈൻഡർ 2 ഓൺ ഡിവിഷൻ ബൈ 3. അപ്പോൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 1 കിട്ടണമെന്ന് പറഞ്ഞാൽ വളരെ എളുപ്പത്തിൽ നമുക്ക് എഴുതാം. 3യുടെ ടേബിൾ എഴുതാം. 3 6 9 എന്നെഴുതി. എന്നിട്ടൊരു 0 കൂടി ഇടുക. അപ്പോൾ റിമൈൻഡർ 1 വേണമെന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? 1 പ്ലസ് ചെയ്താൽ മതി. ഇതിൻ്റെ കൂടെ നമ്മൾ എന്ത് പ്ലസ് ചെയ്യുക? 1 പ്ലസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഏതിൻ്റെ സംഖ്യാശ്രേണിയാണ് കിട്ടുക? ഈ നമ്പറുകൾ നമുക്ക് 1 4 7 10 എന്ന് പറയുന്ന നമ്പേഴ്സ് ഓർഡർ അനുസരിച്ച് എഴുതി കഴിഞ്ഞാൽ അതിൽ ഏത് നമ്പറും ആദ്യത്തെ ക്വസ്റ്റ്യൻ്റെ ഉത്തരം റിമൈൻഡർ 1 കിട്ടണമെങ്കിൽ 1 4 7 10 എക്സിട്ര വരും. ഇതിൽ ഏത് നമ്പർ നിങ്ങളൊന്ന് എടുത്ത് ചെക്ക് ചെയ്ത് നോക്കും. അപ്പോൾ 7 എടുത്തുമായിരിക്കാം. 7നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 3 2s are 6, റിമൈൻഡർ എന്ത് വരും? 1 വരും അല്ലേ? അപ്പോൾ 3ൻ്റെ ടേബിൾ എഴുതുക. എന്നിട്ട് അത് കൂടെ എന്ത് പ്ലസ് ചെയ്താൽ മതി? 1 പ്ലസ് ചെയ്താൽ മതി. അപ്പോൾ ഇനി അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? റിമൈൻഡർ 2 കിട്ടണം അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് എഴുതും? 3ൻ്റെ ടേബിൾ എഴുതും, അതിൽ കൂടെ 0 ഇടും. അപ്പോൾ നമുക്ക് എന്ത് വരും? 0 3 6 9 എന്ന് എഴുതി. വീണ്ടും വേണമെങ്കിൽ എഴുതാം. എന്നിട്ട് നമ്മൾ എന്ത് പ്ലസ് ചെയ്യണം? 2 പ്ലസ് ചെയ്യണം. റിമൈൻഡർ 2 എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് പ്ലസ് ചെയ്ത് കൊടുക്കണം? 2 പ്ലസ് ചെയ്യണം. അപ്പോൾ 0 + 2 എന്താണ്? 2. 3 + 2 എന്താണ്? 5. 6 + 2 8. 9 + 2 11. അപ്പോൾ ഇത് നമ്മൾ ഓർഡർ അനുസരിച്ച് എഴുതി കഴിഞ്ഞാൽ അതിൻ്റെ ആൻസറായി. 2 5 8 11 എക്സിട്ര. ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. 11 എടുത്തു നോക്കിയാൽ 11നെ നമ്മൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 3 3s are 9 ആണ്. റിമൈൻഡർ എന്താണ്? 2. കണ്ടോ? 2 പ്ലസ് ചെയ്താൽ നമുക്ക് ആ നമ്പറിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 2 ശിഷ്ടം കിട്ടും, റിമൈൻഡർ കിട്ടും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. റൈറ്റിംഗ് അസെൻഡിങ് ഓർഡർ ദ സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് വിത്ത് ലാസ്റ്റ് ഡിജിറ്റ് 1 or 6. 1ഓ 6ഓ കിട്ടുന്ന എല്ലാ നമ്പേഴ്സും എഴുതാനാണ് നമ്മളോട് പറയുന്നത്. അപ്പോൾ 1 കിട്ടുന്നത് ഏതാണ്? 1 അവസാനിക്കുന്ന നമ്പർ 1. പിന്നെ ഏതാണ്? 6. പിന്നെ 1 അവസാനിക്കുന്ന അടുത്ത നമ്പർ ഏതാണ്? 11. പിന്നെ 6 അവസാനം വരുന്നത് 16. പിന്നെ ഏതാണ്? 21 26 ഇങ്ങനെ എഴുതി പോവാം.
അപ്പോൾ ഇതിനെ എന്താ ചോദിക്കണേ, ഡിസ്ക്രൈബ് ദിസ് സീക്വൻസ് ഇൻ 2 other ways. ഇതിനെ നമുക്ക് 2 വിധത്തിൽ ഇതിനെ ഡിസ്ക്രൈബ് ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ നിങ്ങളിതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. 1, 6, 11, 16 എന്നൊക്കെ പറയുന്നത് നമ്മുടെ ടേബിൾ ഓഫ് 5 എഴുതിയിട്ട് അത് കൂടെ നമ്മൾ 1 കൂട്ടുക. അപ്പോൾ നമ്മൾ 0 മുമ്പ് എഴുതിയില്ലേ, ഇത് കൂടെ 1 ഒന്ന് പ്ലസ് ചെയ്ത് നോക്കൂ. അപ്പോൾ നമുക്ക് ഈ നമ്പർ കിട്ടില്ലേന്ന്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യൻ ചെയ്തതിൻ്റെ വേറൊരു വിധത്തിൽ നമുക്ക് ഇതിനെ എഴുതാം. അപ്പോൾ അങ്ങനെ നമ്മൾ ഇതിനെ ഡിസ്ക്രൈബ് കണ്ടോ, ഈ നമ്പർ കിട്ടിയില്ലേ, ഇനി നമ്മൾ 20 + 1 ചെയ്താൽ എന്ത് കിട്ടും, 21 കിട്ടും അല്ലേ. അപ്പോൾ ഇതിനെ നമ്മൾ എങ്ങനെയാണ് സെൻറ്റൻസിൽ എഴുതുക, എങ്ങനെയാണ്, നാച്ചുറൽ നമ്പേഴ്സ് when divided by 5 gives remainder 1. A sequence of natural numbers when divided by sequence of natural numbers when divided by 5 gives a remainder 1. Sequence of natural numbers when divided by 5 gives a remainder 1. ഇനി വേറൊരു വിധത്തിലും കൂടി എഴുതാൻ പറഞ്ഞിട്ടുണ്ട്, 2 വിധത്തിൽ. അപ്പം നിങ്ങൾക്കൊക്കെ 1 വെച്ച് തുടങ്ങിയില്ലേ, എന്നിട്ട് 1ൻ്റെ കൂടെ എന്ത് കൂട്ടിയാലാണ് 6 കിട്ടുക, 1 + 5 ആണ് 6. 6ൻ്റെ കൂടെ 5 കൂട്ടിയാൽ എന്താണ് 11. 11 + 5 16. കണ്ടോ, 5 ആഡ് ചെയ്ത് എഴുതിയേക്കാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് തുടങ്ങിയിരിക്കുന്നത്, സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പർ തുടക്കം നിങ്ങൾ എന്ത് എഴുതണം, സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് starting with 1. ഇത് ഫസ്റ്റ് ഡിസ്ക്രിപ്ഷൻ. സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പർ തുടക്കം എഴുതണം കേട്ടോ. സ്റ്റാർട്ടിങ് വിത്ത് എവിടുന്ന് ഏത് നമ്പർ വെച്ചിട്ടാണ് തുടങ്ങിയത്, സ്റ്റാർട്ടിങ് വിത്ത് 1 വെച്ച് തുടങ്ങി. എന്നിട്ട് എന്താ ചെയ്തിരിക്കണേ, ആൻഡ് 5 ആഡഡ് 5 കൂട്ടി, 5 ആഡഡ് റിപ്പീറ്റഡ്ലി വീണ്ടും കൂട്ടി എന്നുള്ളതിന് വാക്ക് നമ്മൾക്ക് എന്താ എഴുതാം, 5 ആഡഡ് റിപ്പീറ്റഡ്ലി വീണ്ടും നമ്മൾ 5 കൂട്ടി റിപ്പീറ്റഡ്ലി. സ്റ്റാർട്ടിങ് സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പർ സ്റ്റാർട്ടിങ് വിത്ത് 1 ആൻഡ് 5 ആഡഡ് റിപ്പീറ്റഡ്ലി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സീ ദിസ് ഫിഗേഴ്സ്. The first picture shows an equilateral triangle with the smaller triangle got by joining the midpoint of sides cut off. എന്താണ് പറഞ്ഞിരിക്കുന്നത്, ഈ ട്രയാങ്കിളിൻ്റെ ഈ എല്ലാ വശത്തിൻ്റെയും ഒരു ഈക്വലാറ്ററൽ ട്രയാങ്കിളാണ് അല്ലേ. ഈ ഈക്വലാറ്ററൽ ട്രയാങ്കിളിൻ്റെ മിഡിൽ പോയിൻ്റ് മിഡ് പോയിൻറ്റ്സ് മധ്യബിന്ദുവിൽ നിന്നും ജോയിൻ ചെയ്തു. ഈ മധ്യബിന്ദുവിൽ നിന്ന് ഈ ബിന്ദുവിലേക്ക് അങ്ങനെ ജോയിൻ ചെയ്ത് നമ്മൾ എന്ത് ചെയ്തു, ഈ വൈറ്റ് കളറിൽ കാണുന്ന ട്രയാങ്കിൾ അതിനെ മുറിച്ചു മാറ്റി. അതുപോലെ സെക്കൻഡ് പിക്ചറിലും എന്ത് ചെയ്തിരിക്കുന്നു, ഈ റെഡ് ട്രയാങ്കിളിൻ്റെ ഇവിടെ കാണുന്ന എത്ര റെഡ് ട്രയാങ്കിളുണ്ട്, 1 2 3 റെഡ് ട്രയാങ്കിൾ ഉണ്ട് അല്ലേ. ഈ ഓരോ റെഡ് ട്രയാങ്കിളിൻ്റെയും മധ്യബിന്ദുക്കൾ തമ്മിൽ ജോയിൻ ചെയ്ത് വീണ്ടും ഇതിനെ വിഭജിച്ച് അത് വെട്ടിയെടുത്തു. ഇനി വീണ്ടും എന്താ കാണിച്ചിരിക്കുന്നത്, ഇവിടെയുള്ള ഈ റെഡ് ട്രയാങ്കിൾ ഓരോ റെഡ് ട്രയാങ്കിളിൻ്റെയും മധ്യബിന്ദുക്കൾ കണ്ടോ, ഇവിടെ ഒരു റെഡ് ട്രയാങ്കിൾ അതിൻ്റെ മധ്യബിന്ദുക്കൾ തമ്മിൽ ജോയിൻ ചെയ്താൽ വീണ്ടും അത് വെട്ടിക്കളഞ്ഞു. അങ്ങനെ ചെയ്തു പോവാണ്. അപ്പോൾ ഇനി എങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരുന്നത്, ഇത് ക്വസ്റ്റ്യൻ വരുന്നത് എങ്ങനെയാണ്, ഹൗ മെനി റെഡ് ട്രയാങ്കിൾസ് ആർ ദർ ഇൻ ഈച്ച് പിക്ചർ. ഓരോ പിക്ചറിലും എത്ര റെഡ് ട്രയാങ്കിൾ ഉണ്ട്. വളരെ എളുപ്പത്തിൽ നമുക്ക് എഴുതാവുന്ന ആൻസറാണ്. എത്ര ഉണ്ട്, ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ എത്ര റെഡ് ട്രയാങ്കിൾ ഉണ്ട്, 3 റെഡ് ട്രയാങ്കിൾ ഉണ്ട്. അത് എണ്ണി നോക്കി എഴുതാം. ഇനി നിങ്ങൾക്ക് ശരിക്കും ഇത് ആഡ് ചെയ്യാതെ എഴുതാം. ഓരോ ട്രയാങ്കിളിനെയും നോക്കിയാൽ മതി. ഈ ഫസ്റ്റ് ട്രയാങ്കിളിനെ വീണ്ടും എത്രയാക്കി വിഭജിച്ചിട്ടുണ്ട്, 1 2 3 ആക്കിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ എത്ര ഓരോന്നിനെയും 3, അപ്പോൾ 3 × 3 9 ആണ് വരിക. വേണമെങ്കിൽ എണ്ണി നോക്കിക്കോ, 3 4 5 6 7 8 9 കണ്ടോ. 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും. ഇനി വീണ്ടും ഈ ട്രയാങ്കിളിനെ എത്ര ട്രയാങ്കിളിലേക്ക്, ഓരോന്നിനെയും 3 3 എണ്ണാക്കി. അപ്പോൾ ഇവിടെ 9 ട്രയാങ്കിൾ ഉണ്ട്. 9 ട്രയാങ്കിളിനെ വീണ്ടും 3 വിധത്തിലാക്കിയ 9 × 3 ചെയ്താൽ മതി. അപ്പോൾ എത്രയാണ് ആൻസർ വരിക, 27. സോ ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ടേക്കിംഗ് ദ ഏരിയ ഓഫ് ഹോൾ അൺകട്ട് ട്രയാങ്കിൾ ആസ് 1, കമ്പ്യൂട്ട് ദ ഏരിയ ഓഫ് സ്മോൾ ട്രയാങ്കിൾ ഇൻ ദിസ് പിക്ചർ. അപ്പോൾ നിങ്ങൾ ഇതിനെ ഇത് കട്ട് ചെയ്യുന്നതിന് മുൻപാണെന്ന് വിചാരിക്കുക. അപ്പോൾ എത്ര ടോട്ടൽ ട്രയാങ്കിൾ ഉണ്ടെന്ന് പറയാൻ പറ്റുമോ, ഫസ്റ്റ് ഏരിയ കണക്കാക്കാനാണ് പറയുന്നത്. ഓരോ ട്രയാങ്കിളിൻ്റെയും സ്മോൾ ട്രയാങ്കിളിൻ്റെയും ഏരിയ എന്തായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ട്രയാങ്കിളിൽ ടോട്ടൽ ട്രയാങ്കിൾ എത്ര ടോട്ടൽ ട്രയാങ്കിൾ ഉണ്ടെന്നൊന്ന് എഴുതി വെച്ചാൽ നല്ലതാണ്. ടോട്ടൽ ട്രയാങ്കിൾ എത്ര ഉണ്ട് ഓരോ ഫിഗറിലും എന്നൊന്ന് കണ്ടുപിടിച്ച് എല്ലാവരും
എത്ര ട്രയാങ്കിൾസ് ഉണ്ട്? ഫസ്റ്റിൽ എത്ര ട്രയാങ്കിൾ ഉണ്ട്? 1 2 3 4 ട്രയാങ്കിൾ ഉണ്ട് അല്ലേ? അതുപോലെ ഇതിൽ എത്ര ഉണ്ടായിരിക്കും? ഒരെണ്ണത്തിനെ തന്നെ നിങ്ങൾ ഇവിടെ 1 2 3 4 ഇൻക്ലൂഡിങ് വൈറ്റിനെയും കൂടി കൂട്ടിയിട്ടാണ്. കാരണം ഹോൾ അൺകട്ട് ട്രയാങ്കിൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കട്ട് ചെയ്യുന്നതിന് മുൻപ് ആണ് എത്ര ട്രയാങ്കിൾ ഉണ്ടെന്ന് നമ്മൾ എണ്ണേണ്ടത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം, ഈ വൈറ്റിനെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ മിഡ് പോയിൻറ്റ്സുകൾ തമ്മിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ എത്ര ട്രയാങ്കിൾ ഉണ്ട് എണ്ണി നോക്കാതെ തന്നെ നമുക്ക് പറയാം. ഇവിടെ ഈ ഒരു ട്രയാങ്കിൾ, ഈ ഫസ്റ്റ് ട്രയാങ്കിളിന് ഇവിടെ ഒരെണ്ണത്തിന് നോക്കിയാൽ മതി. എത്ര പാർട്സ് ഉണ്ട് നോക്കിയേ? 1 2 3 4 കണ്ടോ? ഒരെണ്ണത്തിനെ തന്നെ 4 എണ്ണാക്കി. അപ്പോൾ എല്ലാറ്റിനെയും എത്ര എണ്ണാക്കിയിട്ടുണ്ടാവും? 4 ആക്കിയിട്ടുണ്ടാവും. അപ്പോൾ 4ൻ്റെ ഗുണിതങ്ങളാണ് വരിക അല്ലേ? അപ്പോൾ എത്ര ട്രയാങ്കിൾ ഉണ്ടാവും? നെക്സ്റ്റിൽ എത്ര ട്രയാങ്കിൾ ഉണ്ടാവും? 4 4s are 16. 4 × 4 എത്രയാണ്? 16 ആണ്. ഇനി ഈ 16നെ വീണ്ടും എത്രയാക്കി? ഓരോന്നിനെയും വീണ്ടും 4 ഭാഗങ്ങളാക്കി. വൈറ്റിനെയും കൂടി കൂട്ടിയിട്ടാണ് പറയണത് കേട്ടോ. അപ്പോൾ ഓരോന്നിനെയും വീണ്ടും 4 ഭാഗങ്ങളാക്കിയിട്ടുണ്ട്. അപ്പോൾ 16 × 4 എത്രയായിരിക്കും? 64 ട്രയാങ്കിൾ ഉണ്ട്. ഇനി ഇതിൽ എത്ര റെഡ് ട്രയാങ്കിൾ ഉണ്ട്? നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ ചെയ്തു. എത്ര റെഡ് ട്രയാങ്കിൾസ് ഉണ്ടായിരുന്നു? 3 റെഡ് ട്രയാങ്കിൾ. പിന്നെ നെക്സ്റ്റ് എത്രയായിരുന്നു? 9 റെഡ് ട്രയാങ്കിൾ. പിന്നെ എന്താണ്? 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് റെഡ് ട്രയാങ്കിൾസ് കിട്ടുന്നത്. അപ്പോൾ നമുക്കിവിടെ നോക്കാം. ടേക്കിംഗ് ഏരിയ ഓഫ് ഹോൾ അൺകട്ട് ട്രയാങ്കിൾ, കമ്പ്യൂട്ട് ദ ഏരിയ ഓഫ് സ്മോൾ ട്രയാങ്കിൾ. സ്മോൾ ട്രയാങ്കിളിൻ്റെ ഏരിയ എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 4 ഭാഗങ്ങളുണ്ട്. അപ്പോൾ ഓരോ ഭാഗവും നമ്മൾ ഫ്രാക്ഷനിലൊക്കെ പഠിച്ചിട്ടില്ലേ, അതുപോലെ ചെയ്താൽ മതി. 4 ഭാഗത്തിൽ ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ ആ ഏരിയ ഇത് ഫുള്ളും 1 ആണെന്നായിരിക്കും അത് തന്നിട്ടുണ്ട്. അപ്പോൾ 1/4. ഇനി സെക്കൻഡിൽ ടോട്ടൽ എത്ര ട്രയാങ്കിൾസ് ഉണ്ട്? 16 ട്രയാങ്കിൾ ഉണ്ട്. അപ്പോൾ ഓരോ ഭാഗങ്ങളും 16ൽ ഒരു ഭാഗം അല്ലേ? 1/16. അടുത്തത് എന്തായിരിക്കും? 64 ട്രയാങ്കിൾ ഉണ്ടെങ്കിൽ 64ൽ ഒരു ഭാഗം 1/64. ഇനി വാട്ട് ഈസ് ദ ടോട്ടൽ ഏരിയ ഓഫ് ഓൾ റെഡ് ട്രയാങ്കിൾസ് ഇൻ ദിസ് പിക്ചർ? അപ്പോൾ വീണ്ടും നമ്മൾ ആദ്യം എഴുതിയതൊന്ന് ഓർക്കുക. എത്ര ടോട്ടൽ ട്രയാങ്കിൾസ് ഉണ്ടായിരുന്നു? 4. പിന്നെ എത്രയായിരുന്നു? 16. പിന്നെ എന്താണ്? 64 ടോട്ടൽ ട്രയാങ്കിൾസ് എത്രയായിരുന്നു? 4 16 64. അതിൽ റെഡുകൾ മാത്രം എടുക്കുക. റെഡ് എത്ര ഉണ്ടായിരുന്നു? 3 9 27. കാണാപ്പാടം പഠിച്ചു വെക്കരുത്, ഇത് മനസ്സിലാക്കി പഠിക്കണം കേട്ടോ. വാട്ട് ഈസ് ദ ടോട്ടൽ ഏരിയ ഓഫ് ഓൾ റെഡ് ട്രയാങ്കിൾ? റെഡ് ട്രയാങ്കിളുകളുടെ ഏരിയ എന്ന് പറഞ്ഞാൽ എത്ര റെഡ് ട്രയാങ്കിൾ ഉണ്ട്? 3 റെഡ് ട്രയാങ്കിൾ. അതിൽ ടോട്ടൽ എത്ര ട്രയാങ്കിൾ ഉണ്ട്? 4 ഉണ്ട്. അപ്പോൾ 3/4. അടുത്തത് എന്ത് വരും? 9 റെഡ് ട്രയാങ്കിൾ. ടോട്ടൽ ട്രയാങ്കിൾ 16ൽ. അതുപോലെ 27 റെഡ് ട്രയാങ്കിളിൽ എത്ര ഉണ്ടായിരിക്കും? ഔട്ട് ഓഫ് 64. 64ൽ 27. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Write the first 5 terms of each of the 3 sequences got by continuing this process. അപ്പോൾ ആദ്യം എഴുതിയതിൻ്റെ കണ്ടിന്യൂസ് നമ്മൾ എഴുതുക. അപ്പോൾ ആദ്യം നമ്മൾ എന്തായിരുന്നു ക്വസ്റ്റ്യൻ? എത്ര റെഡ് ട്രയാങ്കിൾ ഉണ്ട്? അപ്പോൾ നമ്മൾ എന്താ എഴുതിയത്? 3 9 27. ഇനി നമ്മളോട് എഴുതാൻ പറഞ്ഞാൽ 2 എണ്ണം കൂടി എഴുതണം അല്ലേ? ഫസ്റ്റ് 5 ടേംസ് എഴുതാനാണ് പറഞ്ഞത്. ഇപ്പോൾ 3 × 3 ആണ് 9. 9 × 3 ആണ് 27. അപ്പോൾ ഇൻറ്റു 3 ചെയ്താൽ മതി. നമ്മൾ എന്ത് ചെയ്യുക? 27 × 3 ചെയ്യുക. 27 × 3 എന്താണ് വരിക? 81. അതുപോലെ 81 × 3 ചെയ്താൽ മതി. അപ്പോൾ എന്ത് വരും? 243. അപ്പോൾ അടുത്ത നമ്പർ എന്താണ്? 81. അത് കഴിഞ്ഞാൽ പിന്നെ എന്ത് വരും? 243. ഇനി സെക്കൻഡ് സീക്വൻസ് എന്തായിരുന്നു? 1/4, 1/16, പിന്നെ എന്താ പറയുന്നത്? 1/64. കണ്ടോ? ഇപ്പോൾ ഡിനോമിനേറ്റർ ന്യൂമറേറ്റർ എല്ലാറ്റിലും 1 ആണ്. പിന്നെ ഡിനോമിനേറ്റർ എന്ത് ചെയ്തിട്ടുണ്ട്? 4നെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ 16 × 4 ആണ് 64. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി? 1/64നെ നമ്മൾ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി? 1/4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 1 × 1 എന്താണ്? 1. 64 × 4 ആൻസർ 256 ആയിരിക്കും. 256 മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. അപ്പോൾ 1/256 എന്ന് കിട്ടും. ഇനി വീണ്ടും അടുത്ത ടേം ഒരു ടേമും കൂടി കാണണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? 1/256നെ ഏതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക? 1/4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 1 × 1 1. 256 × 4ൻ്റെ ആൻസർ 1024. മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് അതിൻ്റെ ആൻസർ കിട്ടും. 1024.
ഇനി തേർഡ് വൺ നമ്മൾ എന്താ എഴുതിയേ, റെഡ് ട്രയാങ്കിൾസിൻ്റെ ഫ്രാക്ഷനാണ് എഴുതിയത്. അപ്പോൾ 3/4, പിന്നെ എന്തായിരുന്നു 9/16, പിന്നെ 27/64. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ആൻസർ കിട്ടിയില്ലേ. 3 എടുത്തു, 9, 27 അടിയിൽ ഡിനോമിനേറ്റർ സെക്കൻഡ് സീക്വൻസ് എന്നാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ എന്തായിരിക്കും അടുത്തത്? അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം 3 × 3 9, 9 × 3 27, 27 × 3 എന്താ കിട്ടിയത്? 81. 64 × 4 ആണ് ചെയ്തത്. അപ്പോൾ എന്ത് വരും? 256. അതുപോലെ 81 × 3 ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 243. ഡിനോമിനേറ്ററിനെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ എന്ത് കിട്ടി? 1024. അപ്പോൾ ഇന്ന് എടുത്ത ടെക്സ്റ്റ് ബുക്കിലെ ഭാഗങ്ങൾ നല്ലപോലെ പഠിച്ച് മനസ്സിലാക്കുക. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടുക. ഓക്കെ, താങ്ക് യു.